അയ്യോ, എന്തോരം പണിയുണ്ട്. ഒരു പണി കഴിഞ്ഞിട്ടില്ല. കുഞ്ഞാപ്പി ഉറങ്ങണില്ല ചോക്കൂട്ടാ. കുഞ്ഞുവാവി ഇന്ന് കരുതി തന്നെയാണ്, ഒരു പണി എടുക്കാൻ സമ്മതിക്കുന്നില്ല. ആകെക്കൂടെ വാശിയും ചിണുങ്ങലും ചൂടിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്താ കുറേ നേരം അവളെ എടുത്തുകൊണ്ട് നടന്നിട്ട്, അപ്പോൾ ഇതൊക്കെ അതിന് മുന്നേ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചേട്ടൻ എന്താ പുറകിൽ മാവെല്ലാം മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു വിധപ്പെട്ടതൊക്കെ പറിച്ചെടുത്ത് പിന്നെ നമ്മുടെ തോട്ടി മരത്തുമ്മ കുടുങ്ങിപ്പോയി. അപ്പോൾ പിന്നെ പറക്കിൽ നിർത്തിയിട്ട് ഞാൻ എന്താ ഇടയ്ക്ക് കഞ്ഞിക്ക് തീ പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നു. കുഞ്ഞുവാവേനെ ഞാൻ എന്താ അന്നമ്മളുടെ കയ്യിൽ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ തീ പിടിപ്പിക്കുന്ന നേരത്തെ ജോക്കൂട്ടൻ വന്നപ്പോൾ വഴക്ക് പറഞ്ഞു ഒച്ചയെടുത്തൊക്കെ ഓടിച്ചതാണ് കണ്ടത്. എന്നാൽ അവൻ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കും. അപ്പോൾ അതാ കുഞ്ഞിൻ്റെ തുണി എടുക്കണ നേരത്ത് കിടന്ന് ഇങ്ങനെ വികൃതി കാണിച്ച് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് സഹായിക്കാൻ വേണ്ടി വരുന്നതാണ് ആ കാണുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ സ്റ്റാൻഡൊക്കെ ഞാൻ ചായച്ചു വെച്ചു. ഇനി എനിക്ക് അടുക്കളയിൽ ഒത്തിരി ജോലിയുണ്ട്. കറി വെക്കണം, ചോറ് വെക്കണം, എല്ലാം ചെയ്യണം. മാങ്ങ കൊണ്ടുവന്നത് പഴുത്തതും പച്ച എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഇരിക്കണം. കുറേയൊക്കെ താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും ചോക്കുട്ടനും കൂടി അതെല്ലാം തരംതിരിച്ച് പഴുക്കാനുള്ളതും ഇപ്പോൾ കറക്കിടാനുള്ളതും എല്ലാം നോക്കി മാറ്റി വെക്കുകയായിരുന്നു. അപ്പോൾ ചതഞ്ഞത് 2-3 കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞതൊക്കെ വേഗം ചീഞ്ഞ് പോകും, അത് ഇന്ന് കറിക്കോ അല്ലെങ്കിൽ അച്ചാറിനോ ഒക്കെ നമുക്ക് അരിഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ചേട്ടൻ എന്താ പരിപാടി വിളിക്കാനുള്ള ഓട്ടത്തിലാണ്. ചൂട് കാരണം ദാഹം കൊണ്ട് വയ്യ, വരിക വെള്ളം കുടിക്കുക, ഇത് തന്നെ പരിപാടി. അപ്പോൾ ഞാൻ എന്താ പഴുത്തത്, പഴുക്കാനുള്ളത്, ഇനി പച്ചയായിട്ടുള്ളത്, അച്ചാറിടാനുള്ളതൊക്കെ കുറേയൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെച്ചു. അപ്പോൾ അതാ കുഞ്ഞിപ്പെണ്ണ് അപ്പോഴേക്ക് എണീറ്റ് വന്നു. കരച്ചിലായി പിഴിച്ചിലായി. ചോറ് വെക്കണം, ചോറ് അടുപ്പത്തായിട്ടുണ്ട്, അരി അടുപ്പത്തിട്ടിട്ടുണ്ട്, ചോറായാൽ മതി, ഇനി കറി വെക്കണം. എൻ്റെ പൊന്നോ പാത്രം കഴുകാൻ കിടക്കുന്നു, അടുക്കള കണ്ട വിധം കിടക്കുന്നു. ഇവളൊന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് പിള്ളേർക്ക് കഴിക്കാനോ ചായക്കോ എന്തെങ്കിലുമൊക്കെ ഇനി വൈകുന്നേരത്തെ പണികളൊക്കെ ഒതുക്കണമെങ്കിൽ ഈ കുഞ്ഞി പെണ്ണ് എൻ്റെ കയ്യിലിരിക്കണ ആളൊന്ന് ഉറങ്ങണം കേട്ടോ.